CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് സമാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാകും ഇന്നത്തെ പ്രധാന ചർച്ച. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അവലോകന ചർച്ചയിൽ ഇന്നലെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു. പാർട്ടി വോട്ടുകൾ PV അൻവർ ചോർത്തിയെന്നും അഭിപ്രായമുണ്ടായി. അൻവറിനെ തുറന്നുകാട്ടുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും നേതാക്കൾ വിമർശിച്ചു. ചർച്ചകൾക്ക് ഇന്ന് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയും. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, സെക്രട്ടേറിയറ്റിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള വിമർശനം സംസ്ഥാന സമിതിയിലും ഉയർന്നു. അത് MV ഗോവിന്ദന്റെ RSS പരാമർശത്തിന്റെ കാര്യത്തിൽ, അതുപോലെ അൻവറിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കാണുന്നതിലോ അല്ലെങ്കിൽ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്താണ് എന്ന് വിലയിരുത്തുന്നതിലോ പരാജയപ്പെട്ടു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിന് സെക്രട്ടറി മറുപടി പറയാൻ പോകുന്നു. വിശദാംശങ്ങൾ മനീഷ്. ബുധനാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്നലെയും ഇന്നുമാണ് സംസ്ഥാന കമ്മിറ്റി. ഇന്ന് സംസ്ഥാന കമ്മിറ്റി സമാപിക്കും. സമാപനത്തിന് മുൻപ് തന്നെ സെക്രട്ടറി ചർച്ചയിൽ ഉണ്ടായ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകും. പ്രധാനമായും MV ഗോവിന്ദൻ തന്നെ വെച്ച രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലായിരുന്നു ചർച്ചയുണ്ടായത്. പ്രധാനമായും മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ച പേരെടുത്ത് പറഞ്ഞ വിമർശനങ്ങളാണ് വലിയ രീതിയിൽ ഉണ്ടായത്. അതായത് പാർട്ടി സെക്രട്ടറി തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പാർട്ടി രാഷ്ട്രീയമായി ആശയപരമായ പാർട്ടിയുടെ അടിത്തറയാണ് RSSനോടുള്ള കടുത്ത എതിർപ്പുള്ള നിലപാട്. അത് പാർട്ടിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാട് കൂടിയാണ്. ആ നിലപാടിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ നിലപാടിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ RSSുമായി സഖ്യമുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് എന്ന പരാമർശം വലിയ രീതിയിൽ പാർട്ടി അണികൾക്ക് ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് തന്നെ ഉള്ള ആശയക്കുഴപ്പമുണ്ടായി. പക്ഷേ കൃത്യമായ സംഘടനാ പ്രവർത്തനം അവിടെ ഉണ്ടായി. ആ രീതിയിലുള്ള പരാമർശം MV ഗോവിന്ദന്റെ പരാമർശമല്ല പാർട്ടി വോട്ടുകൾ അവിടെ കുറയാനുള്ള കാരണം. അത് പല കാരണങ്ങളുണ്ട്. അതായത് PV അൻവറിൻ്റെ ഫാക്ടറുണ്ട്. കൃത്യമായ ഇടത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തുറന്ന് കാണിക്കാൻ അവിടെ സാധിച്ചില്ല. ഒപ്പം തന്നെ പാർട്ടി വോട്ടുകൾ ഒക്കെ തന്നെ ചോർന്നത് അത് അൻവറിൻ്റെ പാളയത്തിലേക്ക് പോയി അന്ന് അടക്കമുള്ള വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ പേര് പറഞ്ഞ് MV ഗോവിന്ദന് നിശിതമായ വിമർശനമുണ്ടെങ്കിൽ പേരെടുത്ത് പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിമർശനമുണ്ടായി എന്നതാണ് ഏറ്റവും ഏറെ ശ്രദ്ധേയമായ കാര്യം. അതായത് വഴിവിട്ട് ഉദ്യോഗസ്ഥനായ MR അജിത് കുമാറിനെ സഹായിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടി ഉയർന്നു. തൃശൂർ പൂരം കലക്കലിൽ ഒപ്പം തന്നെ BJP ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള ആരോപണത്തിൽ പെട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥനെ വഴിവിട്ട് സഹായിക്കുകയാണ് സർക്കാർ എന്ന പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഉദ്യോഗസ്ഥൻ, അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായ ഒരു മന്ത്രി കൂടി ഈ രീതിയിൽ അയാൾ തൃശൂർ പൂരം കലക്കലിന് വേണ്ടി ഇടപെട്ടു എന്ന തരത്തിലുള്ള സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വഴിവിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള അടക്കമുള്ള വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചുമുണ്ടായി. എന്താണെങ്കിലും അതിനൊക്കെയുള്ള എല്ലാ മറുപടിയും ഇന്ന് ഉണ്ടാകും. സംസ്ഥാന സെക്രട്ടറി എന്ത് മറുപടിയായിരിക്കും ഇതിനൊക്കെ തന്നെ നൽകുക എന്നാണ് നോക്കിക്കാണേണ്ടത്. ശ്രീജിത്ത്, ക്രിസ്റ്റീന.